നമ്മുടെ നാടിന്റെ നയിക്കണവരെല്ലാവരും പുറത്തു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ആകെ വൃദ്ധസദനായിക്കൊണ്ടിരിക്കുക. യങ്സ്റ്റേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രായമായവരെ അല്ലെങ്കിൽ അനുഭവ സമ്പന്നരെ തള്ളിക്കളഞ്ഞുകൊണ്ടാവരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മീഡിയ എന്ന് കേൾക്കുമ്പോ പേടി, ഉള്ളതല്ല പറയുന്നത്, വളച്ചൊടിക്കുന്നു. അങ്ങനെ മീഡിയക്ക് ഒരു പരിധിവരെ അങ്ങനെ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ അത് കുറച്ച് സത്യസന്ധമാവണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം. കുടുംബം ഇമ്പമുള്ളതായി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്ന് കൈകോർത്ത് നമുക്ക് അടുത്തയാളുടെ കൈ പിടിക്കാൻ പറ്റും. ഈ കുടുംബം നന്നാവാതെ നമ്മൾ അടുത്തയാളുടെ കൈമേ പോയി പിടിച്ച് നന്നാവണം എന്ന് പറയാനായിട്ടുള്ള വോയിസ് ഇല്ല. ഇപ്പൊ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു മാറ്റം ഇവർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യാശിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ കരിയർ? എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. മനസ്സോർന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറെ കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും. കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പലർക്കും പേടിയാണ്. നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ പല കാര്യങ്ങളും അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ റെഡ് ടേപ്പിൽ കുടുങ്ങിക്കിടക്കുക. മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഭരണം മാറി വരണം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമ്മളിപ്പോ പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് സുഖ MLA ഒരു നമുക്ക് കാറ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ചുമതല തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർ പ്രീ ജഡ്ജ്മെന്റൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാമിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ഇവരൊക്കെ ലൈക്ക് സുഖമാണ്, പൊളിറ്റിക്കൽ കരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖ ജീവിതമാണ് എന്നൊരു തോട്ട് പുറത്തേക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ കരിയർ? എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് 2 പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ AV തോമസ് ആൻഡ് കമ്പനിയിൽ 22 വർഷം ജോലി ചെയ്ത ആളാണ് ഫിനാൻസിൽ. അതിനുശേഷം ആസ്ട്രോ മെഡിസിറ്റിയിൽ 8 വർഷം ജോലി ചെയ്ത ആളാണ്. അപ്പൊ അവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇഷ്ടംപോലെ ജോലിയുണ്ട്. ജോലി ചെയ്യാനുള്ള ടെൻഷനും കാര്യം എല്ലാം ഉണ്ടാവും. അത് അതിന്റെ ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയവും ഇവിടെ ഇതിന് കുറച്ചുകൂടി നമ്മള് മനുഷ്യരെയാണ് കുറച്ചുകൂടി കേൾക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. മറ്റേത് നമ്മള് ഫിഗേഴ്സ് ആണ്. അതിന്റെ ഒരു വ്യത്യാസം. പക്ഷെ മറ്റേ റിയാക്ഷൻ ഇല്ല. ഇവിടെ ആകുമ്പോഴത്തേനും കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളും ഇമോഷൻസ് ഉണ്ടാവും. ഓക്കെ. ഞാൻ പറയണേ, ഒരാള് വന്നിട്ട് ഒരു കാര്യം പറയുമ്പോ അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുമ്പോ അവർക്ക് സ്വാഭാവികമായിട്ടൊരു സങ്കടം വരില്ലേ? പക്ഷെ നമ്മളത് പറയണം. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. നമ്മള് PSC റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ഭരണം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. മാത്രമല്ല ഇത്ര പേരെ എടുക്കാമെന്ന് തീരുമാനം എടുത്താലേ നടക്കുള്ളൂ. അത് റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പരിധി വരെ നമുക്ക് അഡ്രസ് ചെയ്യാം. നിയമസഭയിൽ ഇത് ചോദ്യം ചോദിക്കാം. അതിൽ കൂടുതലൊന്നും നമുക്ക് പറ്റില്ല. നമുക്കപ്പൊ ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ആളുകളുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, അവര് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ്, എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യണോ, അവരെന്താ എടുക്കാത്ത, ഇന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് ചെയ്യേണ്ടവര് ഭരണാധിപന്മാരാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. അതെ. ഈ സെലിബ്രിറ്റീസിന് പൊതുവെ കിട്ടുന്ന ഒരു ബാഡ് മാർക്ക് എന്ന് വെച്ചാൽ അവര് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചിരിച്ചില്ലെങ്കിൽ ജാട, എന്തൊരു ജാടയാണ്, അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ ഉണ്ട്. ഇപ്പൊ പൊളിറ്റിക്കൽ ലീഡർ ഒരു എപ്പോഴും നിങ്ങൾ സ്മൈല് ക്യാരി ചെയ്തോണ്ടിരിക്കണം. അതെന്റെ സ്വഭാവമല്ല. ഞാനിങ്ങനെ വായ പറഞ്ഞാലും ശരിയാ. അത് അങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരാളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരു പ്രകൃതാണ്. അതെനിക്ക് ഇപ്പൊ ഈ പൊളിറ്റിക്സിലല്ല, അല്ലാതെ എന്റെ ഒരു ബേസിക് നേച്ചറാണ്. അത് ഞാൻ കൊണ്ടു നടക്കുന്നു. ചിലർക്ക് അങ്ങനെ ഇല്ല. ചിലര് വളരെ സീരിയസ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യത്വം ഇല്ല എന്നൊന്നും പറയരുത്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു നേച്ചർ അല്ലേ. അത് നമ്മള് അങ്ങനെയൊന്നും അസസ് ചെയ്യേണ്ടതില്ല. നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം എന്നൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല.
അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം. പിന്നെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പരിധിവരെ കുറെ കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും. ഓക്കെ. അത് വേണമെന്ന് വെച്ചിരിക്കണം എന്നല്ല ഞാൻ പറയണ, മനസ്സിൽ നിന്നായിരിക്കണം വെച്ചിരി. ഓക്കെ മാം, ഇപ്പൊ ഞങ്ങൾ വരുമ്പോ തന്നെ എല്ലാവർക്കും ഉള്ള പേടിയല്ലോ, മീഡിയ എന്ന് കേൾക്കുമ്പോ പേടിയോ, ഓ ഉള്ളതല്ല പറയുന്നത്, വളച്ചൊടിക്കുന്നു, അങ്ങനെ. ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് മാം കാണുന്നത്? മാമിന്റെ മനസ്സിൽ സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ഇൻസിഡന്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാൻ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് കട്ട് ചെയ്ത് വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ട് അതിന് ആ ഒരു പെർസെപ്ഷനിൽ ഫീൽ ചെയ്യാനായിട്ട് അതിന് ബാക്കിങ് കുറെ സംഭവം കൊടുത്തിട്ട് ഇത് കാണിക്കുമ്പോൾ ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായി. പക്ഷെ അത് കട്ട് ചെയ്യാതെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു വേറെ ഫീലിംഗ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഒരു പരിധി വരെ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സംഭവം മാറ്റി നിർത്തിയിട്ട് ഈ ഭാഗം മാത്രം മാറ്റി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ആയിട്ട് അത് കണക്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അതാണ് എന്റെ പെർസെപ്ഷൻ എന്ന് ആൾക്കാർ വിചാരിക്കും. ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് മീഡിയക്ക് ഒരു പരിധി വരെ അങ്ങനെ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ അത് കുറച്ച് സത്യസന്ധമാവണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. അയ്യോ, അങ്ങനെ ഞാൻ അങ്ങനെയല്ല. ഞാൻ മീഡിയയെ കുറിച്ച് എന്റെ ഒരു കോൺസെപ്ഷൻ എന്താണെന്നുള്ളത് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ് ഇത് ചെയ്യാൻ സാധിക്കും. അല്ലെ? ഒരുപാട് ഇപ്പൊ AI ഒക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, എന്റെ വീട്ടില് കൊച്ചുമക്കൾ ഉണ്ടായത് PT-യുടെ വിയോഗത്തിന് ശേഷമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. PT ഞങ്ങളത് മനസ്സിൽ ആഗ്രഹിച്ചത് PT ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടക്കുട്ടികളാണ്. അപ്പൊ ഇവരെങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങള് രണ്ട് കൈയിലും PT കുട്ടികളെ എടുത്തോണ്ടിരിക്കണ ഒരുപാടാ വെച്ചിരിക്കണേ. അത് നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ഒരു ആഗ്രഹം അതങ്ങനെ വെച്ചിരിക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഞാൻ പറയണേ, ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കും. ലൈക്ക് വീട്ടിൽ ചെലവഴിക്കാൻ ടൈം കിട്ടാറുണ്ടോ? നിങ്ങളെ പോലുള്ള കുറവാണ്. സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ മിസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. PT ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നേനല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വലുതായില്ലേ, അതുകൊണ്ട് സാരില്ല. ഇപ്പം നെക്സ്റ്റ് ഇലക്ഷൻ വന്നോണ്ടിരിക്കുകയാണ്. അപ്പം ന്യൂസ് അല്ലെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഇപ്പൊ ഇലക്ഷൻസിന്റെ പല പല കാര്യങ്ങളാണ്. മാം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇത് കമ്മിങ് ഇലക്ഷൻ? എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്മിങ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് ഭരണം മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടാവും. മാത്രമല്ല നന്നായിട്ട് തന്നെ വളരെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഒരു പുതുയുഗ യാത്ര നടത്തുന്നുണ്ട്. ഈ യാത്ര ശരിക്കൊരു പുതുജീവൻ ഈ ജനങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വലിയ കാഴ്ചപ്പാടോടുകൂടി, അതായത് നഷ്ടപ്പെട്ട ഈ 10 വർഷങ്ങളിൽ എന്തൊക്കെ നമ്മൾക്ക് ചെയ്യാൻ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ തിരുത്തുക. അത് കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം അതിന് ഏത് രീതിയിൽ അത് നമുക്ക് അതിജീവിക്കാൻ കഴിയും, നമ്മളുടേതായ കാഴ്ചപ്പാട് എന്താണ്, നമ്മളത് എങ്ങനെ അതിജീവിക്കും, അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ കാഴ്ചപ്പാടുണ്ട്. ഉറപ്പായിട്ടും നമ്മള് UDF തിരിച്ചു വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ പൊതുവെ ഇപ്പം ജനങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, അപ്പൊ എല്ലാ പാർട്ടിക്കാരും ഇലക്ഷൻ ആകുമ്പോഴത്തേന് ഇങ്ങനെ പറയും അല്ലെങ്കിൽ അങ്ങനെ പറയും, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ അത് ഞാൻ മാമിനെ പോലെയുള്ള ഒരു സ്ട്രോങ് ലീഡർ എന്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ജനങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു സെന്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കൺസേൺ എപ്പോഴും ഉണ്ട്. ഓ ഇത് നടക്കില്ല, ആര് വന്നാലും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അപ്പൊ മാം അതെങ്ങനെ ഈ പ്രാവശ്യം മാറ്റാൻ, ഇപ്പൊ UDF ആണ് ഭരണത്തിൽ വരണമെങ്കിൽ എങ്ങനെയായിരിക്കും മാറ്റാൻ സാധിക്കും? അതാ ഞാൻ പറഞ്ഞ, ഇപ്പൊ നമ്മളുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ, സത്യം. അവസാന കാലമാകുമ്പോ എല്ലാരും പറയാ എല്ലാരും ഒരു റിവേഴ്സ് ഫ്ലോ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
ഒരു റിവേഴ്സ് ഫ്ലോയും ഇല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ കുട്ടികളൊക്കെ പറയണത് വിദേശത്ത് പോകണമെന്നാണ്, പുറത്തുപോയി പഠിച്ചോളാന്ന്. പുറത്തുപോയി എന്ത് ജോലിയാ ഇവര് സമ്പാദിക്കുന്നത് എന്നുള്ളത് പോലും അറിയില്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് ഒരു വൈറ്റ് കോളർ ജോബിനും ഒരു ആഗ്രഹം കൊടുക്കാതെയാണ് കുട്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ ചിന്തിക്കണം. ഇവിടെ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുകൾ ഈ 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക് തന്നെ തുടങ്ങിയിരിക്കണം. അപ്പൊ അവര് വിദേശത്ത് പോയി രക്ഷപ്പെടാം, അവിടെയാണെങ്കിൽ ജോലി കിട്ടും, അവർക്ക് സമ്പാദിക്കാൻ കഴിയും, അവിടെ ഒരു ജോലി കിട്ടാതെ ഇരിക്കില്ല, എന്ത് ജോലിയും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അവർ പോകുന്നത്. നമ്മളുടെ നാട്ടിലെ തലച്ചോറുകൾ മുഴുവൻ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ നയിക്കണവരെല്ലാവരും പുറത്തു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടില് ആകെ വൃദ്ധസദനായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മാറ്റം വേണ്ടേ? അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതിനൊരു സേഫ്റ്റി കൊടുക്കണം. അവർക്ക് ചുമ്മാ ഇവിടെ നിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, ഏത് രീതിയിൽ അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിൽ അവർ ഇവിടെ വളരെ വലിയ കാഴ്ചപ്പാടോടുകൂടി ഇവിടെ തന്നെ നിൽക്കാനായിട്ട് അവരെ നമ്മൾ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വെറുതെ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല, അത് നമ്മൾ നടപ്പിലാക്കണം. നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഫ്ലോ അവസാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഓരോ മേഖലയും നമ്മള് ആരോഗ്യ മേഖലയിലൊക്കെ 1ാം നമ്പർ എന്നാണ് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ 1ാം നമ്പർ ആണെങ്കിൽ ഞാൻ തൃക്കാക്കര മണ്ഡലം മാത്രം എടുക്കാം. തൃക്കാക്കര മണ്ഡലത്തില് ഒരു താലൂക്ക് ആശുപത്രി വേണമെങ്കിൽ ഞാൻ ആലുവയിൽ പോകണം. എനിക്ക് ഒരു ജനറൽ ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഞാൻ എറണാകുളത്ത് പോകണം. എനിക്ക് ഒരു മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ ഞാൻ കളമശ്ശേരിക്ക് പോകണം. തൃക്കാക്കര മണ്ഡലത്തില് കിടത്തി ചികിത്സിക്കുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനവും ഇല്ല. ഇതിനെക്കുറിച്ച് പറയാഞ്ഞിട്ടൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം ഒട്ടനവധി തവണ ഇവിടെ ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്. അതിന്റെ മേളില് 7000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറുതെ കിടപ്പുണ്ട്. 1,20,00,000 രൂപ മാറ്റിവെച്ചിട്ട് MLA ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചിട്ട് PT തോമസ് ഉണ്ടായിരുന്നപ്പോ അവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് സാങ്ഷൻ കിട്ടിയിട്ടില്ല. അത് തികച്ചും രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഭരണം മാറി വരണം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്രയധികം ആളുകൾ ഇവിടുന്ന് പുറത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ IT റിലേറ്റഡ് ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുകയും അത് ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടുത്തെ, ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളം. ഇത് അഡ്രസ് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം അഡ്രസ് ചെയ്തതാണ്, പക്ഷെ അത് നടപ്പാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭരണം വന്നു കഴിഞ്ഞപ്പോഴുള്ള മാനിഫെസ്റ്റോ തന്നെ എന്തായിരുന്നു? ഞാൻ ബൈ ഇലക്ഷനിലൂടെ വന്നയാളാണ്. ബൈ ഇലക്ഷൻ നടക്കുമ്പോഴും പറഞ്ഞിരുന്നത് തൃക്കാക്കരയിലെ ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നതാണ്. എത്തിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തുകയല്ല, അതൊക്കെ നമ്മളുടെ ഒരു എയിമാണ്. നല്ല മാറ്റം വരണം. അതെ അതെ. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടല്ലേ? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾക്കൊരു ഭരണം വേണം. അതെ, ആ ഭരണത്തിന് വേണ്ടിയാണ് ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലരെയും കുറച്ച് പേരെ എടുത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇന്ററാക്ഷൻ ഒക്കെ ചെയ്യാൻ കുറച്ച് യങ്സ്റ്റേഴ്സ് ഇനി ഭരിക്കട്ടെ, കുറച്ച് യങ്സ്റ്റേഴ്സിനെ ഓരോ പാർട്ടിക്കാരെ ഇറക്കട്ടെ, ലൈക്ക് അവർക്കാണ് ഇപ്പൊ ഈ തലമുറയുടെ ഒരു പൾസൊക്കെ അറിയാൻ പറ്റും. അതിലും മാം വിശ്വസിക്കുന്നുണ്ട് കുറച്ച് യങ്സ്റ്റേഴ്സിനെ പാർട്ടിയിൽ ഓരോ പാർട്ടിയിലും ഉൾപ്പെടുത്തണം, എന്നാലാണ് ചിന്താഗതി മാറുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, യങ്സ്റ്റേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രായമായവരെ അല്ലെങ്കിൽ അനുഭവ സമ്പന്നരെ തള്ളിക്കളഞ്ഞുകൊണ്ടാവരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്ഥലത്ത് യങ്സ്റ്റേഴ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അത് കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. എക്സ്പീരിയൻസ്ഡ്, അതാണ് ഒരു മിക്സ്ഡ് ഇത് വേണം, രണ്ടു കൂട്ടരും വേണം. അനുഭവ സമ്പത്തുള്ളവരും വേണം, അതുപോലെ യങ്സ്റ്റേഴ്സും വേണം. യങ്സ്റ്റേഴ്സ് നിർബന്ധമായിട്ട് വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വന്നാൽ മാത്രമേ ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഈ അനുഭവം ഉള്ളവര് ഇവരെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ഇവര് രണ്ടുപേരും ഒരേ സമയത്തുള്ളപ്പോ വേണം. എന്നിട്ട് വേണം വഴിമാറിക്കൊണ്ട് ഇവര് മുന്നിലേക്ക് വരാൻ, അടുത്ത തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാനും. അപ്പൊ ആ ഒരു സൈക്കിള് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, മാമിന് എങ്ങനെ യങ്സ്റ്റേഴ്സ് ആയിട്ട് ഇപ്പൊ മാമിന്റെ ഓഫീസിൽ തന്നെ ഒരുപാട് പേരുണ്ട്, അപ്പൊ അവരായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് അവര് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മാം സജഷൻസ് ഒക്കെ ഇങ്ങനെ പറയും, അപ്പൊ മാം എങ്ങനെയാണ് അത് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ? മിക്കവാറും എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരും. അപ്പൊ
പിന്നെ അത് ശരിയെന്ന് തോന്നുന്നത് എടുക്കും ഉറപ്പായിട്ടും. ശരിയല്ലാത്തത് എന്റെ അഭിപ്രായം അല്ല എന്ന് പറയുകയും ചെയ്യും. ഓക്കെ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണോ മാം? ലൈക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ലൈക്ക് അല്ലെങ്കിൽ തലയിൽ കയറി കളിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എങ്ങനെ ആസ് എ ലീഡർ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കണ്ടു എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ചും കളിച്ചും അങ്ങനത്തെ ആണ് പൊതുവെ? ഒരു പരിധി വരെ. ഓക്കെ. എല്ലാവരും ഞാൻ സ്റ്റാഫ് എന്നതിലുപരി എന്റെ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ. ഈ എല്ലാരും ഒരു തെറ്റുന്ന പൊളിറ്റിക്സിന് വലിയ എഡ്യൂക്കേഷൻ വേണ്ട, വലിയ പഠിപ്പും വിവരമൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ എഡ്യൂക്കേഷനും പൊളിറ്റിക്കൽ കരിയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നത് സ്കൂളുകൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം എന്നാണ്. ഞാൻ എന്റെ പ്രവർത്തനത്തിലൊക്കെ സ്കൂളിൽ ലൈബ്രറിയിൽ പുസ്തകം കൊടുക്കുക, അതുപോലെ തന്നെ സ്കൂളുകളിൽ അവർക്ക് സ്മാർട്ട് ക്ലാസ് റൂം ആക്കാനുള്ള ശ്രമം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള ഫെസിലിറ്റി ബാത്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും. ഇപ്പൊ പ്രഭാത ഭക്ഷണം ഞാൻ CSR ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. എന്ന് വെച്ചാൽ ഹെൽത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ അറ്റൻഷനും. പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ സുഭിക്ഷം തൃക്കാക്കര എന്നുള്ള പേരിലാണ് ആ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. BPCLന്റെ സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. കുട്ടികൾ രാവിലെ ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വളരെ തിരക്കേറിയവരാണ്. അവർക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൃത്യം വയറ് നിറച്ച് കൊടുക്കാനുള്ള സമയം കണ്ടെത്താനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഇവരുടെ ഒരു ചെറിയ വാശിയും കാര്യം എല്ലാം കൊണ്ട് ചിലപ്പം ഓടിച്ചു വിടേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകുന്ന കുട്ടികൾ ക്ലാസ്സിൽ പോയിരുന്ന അവർക്ക് മന്ദത അനുഭവിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ ഏർലി ഡയബറ്റിക്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായിട്ട് കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അത് നമ്മളുടെ ബ്രെയിൻ ഫുഡാണ് എന്ന് കരുതി തന്നെയാണ് ആ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളിലൂടെ ആയിരിക്കണം, നമ്മുടെ അടുത്ത തലമുറയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പ്രായമായപ്പോൾ ഈ അടുത്ത തലമുറ ഈ നാടിനെ കൊണ്ടുപോകേണ്ടവരാണ്. ആ കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സ്കൂൾ അല്ലെങ്കിൽ മിക്ക പാരന്റ്സിന്റെ ലൈക്ക് ഒരു ജോബ് അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് പറയുന്നത് ഡോക്ടർ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ആരും തന്നെ നീ ഒരു ലീഡർ ആവണം അല്ലെങ്കിൽ നീ ഒരു നാടിനെ നയിക്കുന്ന ഒരു നേതാവാണെന്ന് ഒരു പാരന്റ്സും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ പറയാറ് എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ വരുന്ന യങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്പിരിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞാൽ അവർ തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ മാതാപിതാക്കൾ ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുത്ത് ഒരാളെ ലീഡറാക്കുന്ന അങ്ങനെ ഒരു ഉണ്ടോ, സ്റ്റോറി ഉണ്ടോ മാമിന്റെ കേട്ടറിവിലുണ്ടോ അങ്ങനെ? അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിരിക്കുന്നു. അതായത് നമ്മളിനി അടുത്ത ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ ആ പ്രൊഫഷനിൽ മാത്രം നിൽക്കുന്നതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങള് സംയോജിപ്പിച്ചിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ആ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് സംശയമില്ല ആ വഴിയിലേക്ക് തന്നെ പോകും. അത് അവര് ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നില്ല. ഡോക്ടർ തന്നെ എത്രയോ പേരില്ലേ പൊളിറ്റിക്സിലില്ലേ. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് അത് അങ്ങനെ. അത് ഏത് തുറയിലുള്ളവരാണെങ്കിലും ഏത് ഒരു കാഴ്ചപ്പാടിൽ പോകുന്നവരാണെങ്കിലും പൊളിറ്റിക്സിൽ താല്പര്യമുള്ളവര് അങ്ങനെ വരും. അതിങ്ങനെ ഒരു ജനറ്റിക് ആയിട്ട് വരേണ്ട ഒരു സംഭവം ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്പിരിറ്റ് തോന്നണം. അതെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കോളേജസിൽ ഈ പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം ഞാൻ പഠിച്ച കോളേജിലൊന്നും പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ എനിക്കതൊരു എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി. ഇപ്പൊ മിക്ക കോളേജിൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം ബാക്കി സ്റ്റുഡൻസിന് ഇതെന്താണെന്നും പാർട്ടി എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഒരുപാട് ഓഫ് കിട്ടും, ക്ലാസ് ബങ്ക് ചെയ്യാം, ആ ഒരു ഹാപ്പി മൊമെന്റ് ആണ്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് കോളേജിൽ പൊളിറ്റിക്സ് നല്ലതാണോ? ഇങ്ങനെ പാർട്ടി ഉള്ളതും വേണം. ഓക്കെ. അതായത് നമ്മൾക്ക് പൊളിറ്റിക്സ് വേണം എന്ന് പറയുന്നത് നമ്മൾക്കൊരു കാഴ്ചപ്പാട് വളർത്താനായിട്ട് നാളുകളിൽ ഈ കുട്ടികളാണ് മുതിർന്ന് ഈ നാടിനെ ഭരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയ പ്രായത്തിലോട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. പൊളിറ്റിക്സ് ഞാൻ പറയണേ ഒരു ആക്രമാസക്തം ആവരുത്, അങ്ങനെയല്ല.
വളരെ നന്നായിട്ട്, അതായത് ഇവിടെ നിയമസഭ നടക്കുന്നതും പാർലമെന്റ് നടക്കുന്നതും ഒക്കെ പോലെ അവരുടെ കോളേജ് എങ്ങനെ മാനേജ് ചെയ്യണു, അവരുടെ കോളേജ് ഇനോഗ്രേഷൻ എങ്ങനെ നടത്തുന്നു, അവരുടെ കോളേജിൽ ആർട്സ് ക്ലബ് സെലിബ്രേഷൻ എങ്ങനെ നടത്തുന്നു, അതിനൊക്കെ ഓരോ അജണ്ട ഉണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിന്റെ എക്സ്പീരിയൻസ് കൂടെയാണ്. വോട്ടിങ് പഠിക്കുകയാണ്, വോട്ട് ചെയ്ത് ജയിക്കുന്നവരെ അംഗീകരിക്കുകയാണ്, അവരാണ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലാതെ എല്ലാവരും എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഭംഗിയില്ലല്ലോ. എല്ലാത്തിനും ഒരു ലീഡർഷിപ്പ് വേണ്ടേ. നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനായിട്ട് അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറയുമ്പോ അച്ഛൻ ഇന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. അത് ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയല്ലേ. അതെ അതെ അതെ, മനസ്സിലായി. ഇപ്പം ലൈക്ക് ഇതിലേക്ക് വരുമ്പത്തേനും മാം ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. എന്നാലും സിനിമ കാണാൻ സമയം കിട്ടാറുണ്ടോ? ഞങ്ങൾ ഒരു മീഡിയ ചാനലും കൂടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഫാക്ടർ എന്തൊക്കെയാണ് മാമിന്റെ ലൈഫിൽ? അതിന് ടൈം കിട്ടാറുണ്ടോ ആക്ച്വലി? സത്യത്തിൽ ഞാൻ പി ടി തോമസിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പം പി ടി എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇടുക്കിന്ന് വന്നിട്ട് ഞങ്ങൾ ഇവിടെ സിനിമ കാണുമായിരുന്നു. അതായത് ഞങ്ങൾ ഇവിടെ ആയിരുന്നു, പി ടി ഇടുക്കിന്ന് ഞങ്ങള് തിയേറ്ററിലായിരിക്കും ചിലപ്പം. തിയേറ്ററിൽ നിങ്ങൾ കേറുമ്പോഴേക്ക് എത്തിക്കോളാന്ന് പറയും. പക്ഷെ എങ്ങനെയായാലും അദ്ദേഹം വരുമായിരുന്നു. ഫാമിലിയില് ഭയങ്കര എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളായിരുന്നു. ഇടുക്കിയിലായിരുന്നു അപ്പോഴും ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ഞാനിവിടെ ജോലി ആയതുകൊണ്ട് കുട്ടികളും ഇവിടെ തന്നെയാ പഠിച്ചിരിക്കുന്നത്. പക്ഷെ പി ടി സ്ഥിരം അങ്ങനെ വന്ന് ഞങ്ങൾ സെക്കൻഡ് ഷോന് പോകും. സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, ഒരാളുടെയും ഒരു സമയവും നമ്മൾ അപഹരിക്കുന്നില്ല. അതുകൊണ്ട് ആ സമയം പോയിട്ട് ഉറക്കം മാത്രല്ലേ കുറച്ച് പോകുന്നത്, അത് സാരില്ലാന്ന് വിചാരിക്കും. പി ടി വണ്ടിയിൽ ഉറങ്ങിക്കോളും, എനിക്ക് വാശിയിലൊക്കെ ഉള്ള, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് എല്ലാ സിനിമയും കാണുമായിരുന്നു. പക്ഷെ ഞാനിപ്പോ ആയിക്കഴിഞ്ഞപ്പം എനിക്കങ്ങനെ സാധിക്കുന്നില്ല, സത്യസന്ധമായിട്ട് പറയാലോ. ലാസ്റ്റ് കണ്ട ഒരു മൂവി ഏതായിരിക്കും തിയേറ്ററിൽ പോയി? ഞാൻ ഓർക്കണമല്ല, അത്ര ഓർക്കുന്നില്ല എന്നല്ല. ലാസ്റ്റ് ഇയർ കണ്ടിട്ടുണ്ടോ? വീണ് കഴിഞ്ഞിട്ട് പുലിമുരുകനെ മറ്റേ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടു, ഏതൊക്കെയോ സിനിമ കണ്ടു. വീട്ടില് കുറച്ചു നേരം കാണും. വീട്ടില് രാത്രി ഇരിക്കുമ്പോ മോൻ പറയും സിനിമയുടെ ടെൻഷൻ. അപ്പം രാത്രി ആവുമ്പോ ഞാൻ പറയും കുഴപ്പമില്ല, പേടിപ്പിക്കാത്ത സിനിമ വേണം കേട്ടോ എന്ന് പറയാം. ഇന്നലെ തന്നെ രാത്രി അവൻ കുറച്ചു നേരം സിനിമ ഇട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പം അതില് ഇങ്ങനെ ഇത്ര പേടിയുടെ സീൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് പേടിയാവും കേട്ടോ, വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങ് നിർത്തി, ആ പരിപാടി നിർത്തി. അല്ല അങ്ങനെ, അതായത് എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ചിരിക്കുന്നത്, ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന അങ്ങനത്തെ മൂവീസ് എനിക്ക്. ഇപ്പൊ ഉള്ള എല്ലാ മാതാപിതാക്കൾക്ക് യങ്സ്റ്റേഴ്സിനെ കുറിച്ച് ഭയങ്കര ആശങ്കയാണ്. ലൈക്ക് അവർ വഴിതെറ്റി പോകുന്നു, അല്ലെങ്കിൽ വേണ്ടാത്ത പല കാര്യങ്ങളും ഇവിടെ പെട്ടെന്ന് കൊച്ചിന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു മിനി ബാംഗ്ലൂർ എന്നൊക്കെ രീതിയിൽ, ബാംഗ്ലൂർ മോശം എന്നല്ല, അങ്ങനെയല്ല, എല്ലാവരും കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ പിള്ളേർ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്, അല്ലാതെ നമ്മുടെ ന്യൂസ് ചാനലിൽ വരാറുണ്ട്. അപ്പം എല്ലാ മാതാക്കൾക്കും പേടിയാണ് ഇപ്പം, ലൈക്ക് കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം അങ്ങനെ. അപ്പം ഇവിടെ നമ്മുടെ തൃക്കാക്കര MLA ആയിട്ട് നിൽക്കുമ്പം ആ കാര്യങ്ങളിൽ എങ്ങനെയാണ് മാം നോക്കി കാണുന്നത്? എനിക്കും ആ ടെൻഷനുണ്ട്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങിന് പോകുമ്പോഴും അതുപോലെ തന്നെ പബ്ലിക് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഈ സ്കൂളുകളിലെ പരിപാടികൾക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ ഇത് അഡ്രസ് ചെയ്യുന്ന വിഷയമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ പോലെയല്ല. ഇന്ന് എല്ലാവരും കൂട്ടുകുടുംബം എന്നുള്ള ഇത് മാറിയിട്ട് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒക്കെ കൂട്ടിമുട്ടിക്കാനായിട്ട് ആൾക്കാര് അച്ഛനും അമ്മയും ഇനി വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ജോലിക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള ജോലികളിലേക്ക് പോയാലേ അവർക്ക് ജീവിതം വട്ടത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയാണ്. അപ്പോ ഒരാൾക്ക് ഒരാളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഫ്ലാറ്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ കുറെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതില് അപ്പുറത്ത് താമസിക്കുന്ന ആരാണെന്ന് ശ്രദ്ധിക്കാൻ പോലും ഇപ്പുറത്തുള്ള ആൾക്ക് സമയമില്ല, സമയക്കുറവാണ് പലപ്പോഴും. ഇതിന് ആകെ നടക്കുന്നത് ഇവർക്കൊരു ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും ഇനി റെസിഡൻസ് അസോസിയേഷന്റെ ആണെങ്കിലും ഒരു ആനുവൽ മീറ്റിംഗ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓണപരിപാടി നടക്കുമ്പോഴോ ഒക്കെയാ അങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലാണ് ഞാനിത് അഡ്രസ് ചെയ്യാറുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് നമ്മളുടെ കുട്ടികളെ കേൾക്കാൻ സമയം കിട്ടുന്നില്ല, കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ അച്ഛനമ്മമാരെ കിട്ടുന്നില്ല. രണ്ടു കൂട്ടർക്കും ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ
അവർക്കത് പറയാൻ ഞാൻ റീച്ചബിൾ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവര് ഒരു ഓൾട്ടർനേറ്റ് ഒരു ആരെയെങ്കിലും കണ്ടുവച്ച് അവര് പറയും. ആ കൂട്ടുകെട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പിള്ളേര് തീർച്ചയായിട്ടും ആ വഴിയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിവൃത്തി ഉണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അരമണിക്കൂർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പറയാനും കേൾക്കാനും സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു നേരമെങ്കിലും അങ്ങനെ ഒരു റിലേഷൻ എന്ന് പറയണത്, ആ സ്നേഹം എന്ന് പറയണത്, പരസ്പര ബഹുമാനം എന്ന് പറയണത് ഒക്കെ ഉണ്ടാവേണ്ടത് ആദ്യം കുടുംബത്തിൽ നിന്നാണ്. കുടുംബം ഇമ്പമുള്ളതായി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്ന് കൈകോർത്ത് നമുക്ക് അടുത്തയാളുടെ കൈ പിടിക്കാൻ പറ്റും. ഈ കുടുംബം നന്നാവാതെ നമ്മൾ അടുത്തയാളുടെ കൈമേ പോയി പിടിച്ച് നന്നാവണം എന്ന് പറയാനായിട്ടുള്ള വോയിസ് ഇല്ല. അവിടെ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ലഹരിയുടെ ഉപയോഗം ഇപ്പൊ ഡെയിലി നമ്മൾ ന്യൂസിൽ കേൾക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കുറെ ശിക്ഷകളുണ്ടെങ്കിലും വീണ്ടും അവർക്ക് ആ ഒരു പേടി വരുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക്. നമ്മുടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ പലരും ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടേക്കുന്നതാണ്, നമ്മുടെ പുറത്തത്തെ നിയമം വരണം, ദുബായിലത്തെ നിയമം വരണം, അവിടുത്തെ നിയമം വരണം. സത്യത്തിൽ നമ്മുടെ നിയമ നടപടികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അത് മാറ്റണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വീണ്ടും ഇത്രയൊക്കെ നമ്മൾ സ്ട്രിക്റ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ഈ ലഹരികൾ വരുന്നു, അല്ലെങ്കിൽ പലരും ഉപയോഗിക്കുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു? അത് എന്തുകൊണ്ടായിരിക്കും? ലഹരി വലിയ പ്രശ്നം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നിയമസഭയില് ഈ വിഷയം PC വിഷ്ണുനാഥാണ് ഉന്നയിച്ചത്. അന്ന് അടിയന്തര പ്രമേയമായിട്ട് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം സഭയിലുള്ള ഓരോരുത്തരും ഇതിനായിട്ട് എതിരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്ത വിഷയമാണ്. അതായത് സാധാരണ പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള ഒരു നീക്കം ഇല്ലാതെ ഒരു വിഷയം അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ലഹരി തന്നെയാണ്. എല്ലാവരും, കേരളം മുഴുവൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തത്. കുട്ടികള്, അതാ ഞാൻ പറയണേ, വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് പറയണത് നമ്മൾക്ക് ചേർത്ത് നിർത്തി മാത്രമേ ഇവരെല്ലാം ഉപദേശിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുട്ടികൾ തെറ്റായി പോയി വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവര് ലഹരിയായിട്ടല്ല കൊടുക്കുന്നത്, പലപ്പോഴും വല്ല ഐസ്ക്രീമോ അല്ലെങ്കിൽ മിഠായിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടാണ് ആ വഴിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസം ഇവർക്ക് ആ ഭക്ഷണം തന്നെ കഴിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാവുകയാണ്. ഇത് അവരറിയാതെ അവരിലേക്ക് ചെന്നെത്തി കഴിയുമ്പോഴാണ് കൂട്ടുകെട്ട് തെറ്റിപ്പോകുന്നതും കുട്ടികള് കരിയേഴ്സ് ആയിട്ട് മാറുകയാണ്. പിന്നീട് ഒരു വലിയ റാക്കറ്റ് പുറത്ത് പ്രവർത്തിക്കുന്നുള്ളവരെ നമുക്ക് പിടിക്കാനേ സാധിക്കുന്നില്ല. ഇതിന്റെ സോഴ്സ് നമ്മൾ പിടിക്കുന്നതേ ഇല്ല. കുറച്ച്, അതായത് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ചെറിയ ക്വാണ്ടിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശിക്ഷയും ഇല്ല. അതുകൊണ്ട് അപ്പ പിടിച്ചാൽ കൊണ്ടുപോകും, അതുപോലെ തന്നെ ജാമ്യം കിട്ടി അവര് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പൊ ഇത് ഒരു തെറ്റേ അല്ല എന്നുള്ളത് അവർക്ക് തോന്നുകയാണ്. ഞാന് ജയിലിലൊക്കെ പോയിട്ട് സംസാരിക്കാൻ പോവാറുണ്ട്. ജയിൽ വാരാഘോഷമൊക്കെ നടക്കാറുണ്ട്. അവിടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ട്. പലപ്പോഴും അവിടെ പോയി കാണുമ്പം എനിക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് യങ്സ്റ്റേഴ്സ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പോലും മുമ്പിലിരുന്ന് ഈ MDMA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ ഉള്ളവര്, അതായത് അവര് ജയിലിൽ പോകുന്നതിന് മുമ്പ് അവരെ അറസ്റ്റ് ചെയ്ത് നിർത്തുന്ന സ്ഥലമാണ്. അപ്പൊ ശിക്ഷ കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ സമയത്ത് അവര് ചെയ്തതൊരു തെറ്റാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അവര് കളിച്ചും ചിരിച്ചും ഇരിക്കുന്നത് കാണുമ്പം ഞാൻ ഓർക്കാറുണ്ട്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇവർക്ക് വിഷമമില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതൊന്നും തെറ്റായി കാണാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് മാറരുത്. ഒരു പരിധി വരെ നമ്മളുടെ കുട്ടികളെ പുറത്തു വിടുന്നത് അച്ഛനമ്മമാരും ഇതിനും കൂടിയായിരിക്കാം. അവർക്ക് പേടിയായിട്ട് ഇവിടെ നിന്നാൽ ഇവർ ചീത്തയായി പോകുമോ എന്നുള്ള ഭയമായിരിക്കാം. വളരെ കർക്കശയുള്ള നടപടികൾ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാവണം. അതായത് പിടിക്കുന്നില്ല, എക്സൈസ് ഇതിൽ ആക്റ്റീവ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്ലാസ്സസ്, ബോധവൽക്കരണ ക്ലാസ്സസ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇത് ഉണ്ട് എങ്കിൽ ഇതിന്റെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ.
പിന്നെ പ്രധാന പ്രശ്നം ന്യൂ സ്റ്റാർട്ടപ്പ്. ഇവിടെ ബിസിനസ് ചെയ്യുന്നത് പലരും പുറത്തു പോയാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളം വിട്ടുള്ള സ്റ്റേറ്റിലേക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന്. ഇവിടെ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പലർക്കും പേടിയാണ്, നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ലൈക്ക് എല്ലാവരും അന്യ സംസ്ഥാനത്തിൽ പോയി അല്ലെങ്കിൽ എബ്രോഡ് അല്ലെങ്കിൽ കേരളം വിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ലാഭമാണ്, നിങ്ങൾ കേരളത്തിലൊന്നും ചെയ്യരുതെന്ന് ഇങ്ങനെ പറയും. അതിനോട് എങ്ങനെയാ മാം യോജിക്കുന്നത്? നമ്മളുടെ പല കാര്യങ്ങളും അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ റെഡ് ടേപ്പിൽ കുടുങ്ങിക്കിടക്കുക, അതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തുടങ്ങാനായിട്ട് ആരംഭിക്കുന്നയാൾ ഒരുപക്ഷെ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പൊ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോഫിറ്റ് കിട്ടേണ്ട സമയം അയാളുടെ പേപ്പേഴ്സ് എല്ലാം റെഡ് ടൈപ്പിലായിരിക്കും. ഓക്കെ, മനസ്സിലായി. അവിടെ അതിൽ നമുക്കൊന്നും ചെയ്യാനോ അതിൽ മാറ്റം ഉണ്ടാവും. മാറ്റമുണ്ടോ? അതെ, ഞാൻ അത് തന്നെയാ പ്രതീക്ഷിക്കുന്നത്. മാറ്റം ഉണ്ടാവണം, ഇതെല്ലാം അഡ്രസ് ചെയ്യപ്പെടണം. അതെ, ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങണം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കണം, മാമിന് ഇപ്പം മാം അഡ്മയർ ചെയ്യുന്ന വൺ ഓഫ് ദ പവർഫുൾ ലീഡർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെയായിരിക്കും? ഞാൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് തന്നെയാണ് സ്നേഹിക്കുന്നത്. വ്യക്തിപൂജയെക്കാളും വലുത് പ്രസ്ഥാനത്തിന്റെ എല്ലാ നമ്മളുടെ ആശയങ്ങൾ അത് ആർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അവരെ ഞാൻ ബഹുമാനിക്കുന്നു. എല്ലാ ലീഡേഴ്സിനെയും, പ്രത്യേകിച്ച് ഇപ്പോൾ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു മാറ്റം ഇവർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യാശിക്കുകയാണ്.